ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടുകൾ, പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റവുമായി ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടുകൾ, അതൊരു പുത്തിരിയല്ല. കാരണം അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ കാലയളവിൽ എന്താണോ അദ്ദേഹം പറഞ്ഞത് അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത്ര ഒരു കടുത്ത ഒരു നടപടികളിലേക്ക്, പ്രത്യേകിച്ച് ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു നടപടികൾ സ്വീകരിക്കുവാൻ ട്രംപ് നിർബന്ധിതനായി? ട്രംപിന്റെ ക്യാമ്പയിനിലെ ഒന്നാമത്തെ ഇഷ്യൂ അനധികൃത കുടിയേറ്റമാണ്. ഏതാണ്ട് 14 മില്യൺ ടു 16 മില്യൺ വരെ ആളുകൾ കഴിഞ്ഞ ഒരു 4 കൊല്ലത്തിലേക്ക് അനധികൃതമായി കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ അത് ക്യാമ്പയിനിലെ ഒരു വാഗ്ദാനമായിരുന്നു, എത്രയും വേഗം ഇല്ലീഗലായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ദശവർഷങ്ങളായിട്ട് ഇത് നടന്നു പോകുന്ന ഒരു കാര്യമാണ്. ഏതാണ്ട് 3,50,000 പേരെ ഏതാണ്ട് ഓരോ കൊല്ലവും കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒബാമ തന്നെ 3.2 മില്യൺ ഡിപ്പോർട്ടേഷൻസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഒത്തിരി പേര് ഇന്ത്യക്കാരായിരുന്നു. അപ്പോൾ ഈ ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു പുത്തിരിയല്ല. പിന്നെ ഈ ക്യാമ്പയിനിൽ കൊടുത്തിരുന്ന ഒരു പ്രോമിസ്, എത്രയും വേഗം ഈ ഫൈനൽ ഓർഡർ ഓഫ് റിമൂവൽ കിട്ടിയിട്ടുള്ള ആളുകളെ എത്രയും വേഗം ഡീറ്റൻഷനിൽ നിന്ന് അതാത് രാജ്യങ്ങളിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ്. അത് പലപ്പോഴും മുൻകാലങ്ങളിൽ ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ഓർഡർ ഓഫ് റിമൂവൽ വന്നു കഴിഞ്ഞാൽ 90 ഡേയ്സിലേക്ക് അതിനുള്ളിലാണ്. അതാണ് റിമൂവൽ പീരീഡ്. മിക്കവാറും അത് നടക്കാറില്ല, അവരെ റിമൂവ് ചെയ്യാറില്ല. അവരെ ഡീറ്റൻഷനിൽ നിന്ന് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അവർ മുങ്ങും. പിന്നെ പലർക്കും രണ്ടാമത്തെ റിമൂവൽ ഓർഡർ വരും. അപ്പോൾ ഇങ്ങനെ ഈ കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ വരും, ഡീറ്റൻഷനിലായിരിക്കും. അത് കഴിഞ്ഞ് റിമൂവൽ ഓർഡർ കിട്ടും, റിമൂവൽ ചെയ്യാതെ അവരെ പബ്ലിക്കിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രോമിസ് നീ എത്രയും വേഗം ഇവരെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ മറ്റേ എയർപ്ലെയിനിൽ, കമേഴ്ഷ്യൽ എയർപ്ലെയിനിൽ വിടുവാനായിട്ട് ഒത്തിരി ലോജിസ്റ്റിക്സ് നോക്കേണ്ടതുണ്ട്. അവരുടെ അവൈലബിലിറ്റി, സേഫ്റ്റി, സെക്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് C-17 മിലിറ്ററി എയർക്രാഫ്റ്റിൽ ഡിപ്പോർട്ടേഷൻ തുടങ്ങിയത്. ആ ഒരു കാര്യത്തിൽ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. അതല്ലാതെ എല്ലാം പഴയപടി തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് മുൻ പ്രസിഡന്റുമാരും ഡിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷെ അതൊന്നും വലിയ വിഷയമായിരുന്നില്ല. ബൈഡൻ ചെയ്തപ്പോഴോ ഒബാമ ചെയ്തപ്പോഴോ അതൊരു വിഷയമായിരുന്നില്ല. അതേസമയം ട്രംപ് ചെയ്തപ്പോൾ അതൊരു വിഷയമായി. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൻ്റെ മീഡിയ ട്രംപിന് ആൻറ്റി ട്രംപ് മീഡിയയുടെ ഒരു ഇതുണ്ട്. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിറ്ററൻസ് ആയിട്ട്, ഇതിനെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട്, ഈ തരത്തിൽ അനധികൃതമായി കുടിയേറുന്നത് നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് അതിനൊരു പബ്ലിക് സോഷ്യൽ മീഡിയയിലും ഒരു ഓപ്റ്റിക്സ്, ടി വിയിലൊക്കെ ന്യൂസ് വരുമ്പോൾ അതിൻ്റെ ഓപ്റ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ അത് നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു ഡിറ്ററൻസ് ആയിട്ട് വരണമെന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നടന്നത്. ഇപ്പോൾ ഈ വിവാദ വിഷയമായപ്പോൾ ഇവിടെ വരുന്ന അതിനുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയും എല്ലാം ജനങ്ങൾ അറിയുമ്പോൾ അതൊരു നിരുത്സാഹപ്പെടുത്തൽ ട്രംപിൻ്റെ ഉദ്ദേശം അതോടുകൂടി നടന്നു വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ ജോസഫ് മേലുക്കാരൻ, ഈ ട്രംപ് ഈ ഡിപ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളിൽ വലിയ രീതിയിലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. വളരെ പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യപ്പെട്ടവരുടെ കാലുകളിൽ ചങ്ങല അല്ലെങ്കിൽ കരങ്ങളിൽ ചങ്ങല എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണങ്ങൾ പല മാധ്യമങ്ങളും ഉയർത്തിവിടുന്നുണ്ട്. ഇത് അമേരിക്കയിൽ ആദ്യമായി സംഭവിക്കുന്നതാണോ, അതോ അമേരിക്കയിൽ കാലാകാലങ്ങളായി ഈ ഡിപ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് തുടരുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിരുന്നോ ഇത്? കൈവിലങ്ങും കാലിൽ ചെയിനും ഷാക്കൽസുമായിട്ട് പോകുന്നത് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. അതിൻ്റെ ഒരു മനുഷ്യാവകാശമായിട്ടുള്ള വശവും ധാർമ്മികമായിട്ടുള്ള വശമൊക്കെ നോക്കുമ്പോൾ കുറച്ചൊരു സഹതാപം തോന്നാവുന്ന
അത് വളരെ സ്വാഭാവികമായിട്ട് സഹതാപം തോന്നാവുന്ന ഒരു സംഗതിയാണ് കാണുമ്പോൾ. ആ, ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണോ മുമ്പുള്ള ഡെപ്പോർട്ടേഷൻ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ റിസർച്ചിൽ 2012 ഒബാമയുടെ സമയത്താണ് ഇപ്പോഴത്തെ ഈ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഒന്ന് റിവൈവ് ചെയ്തത്, റിന്യൂ ചെയ്തത്. അപ്പോൾ ആ പ്രോട്ടോക്കോൾ തന്നെയാണ് ഒബാമയും ബൈഡനും ട്രംപും ഇപ്പോൾ ട്രംപിൻ്റെ രണ്ടാമത്തെ ടേമിലും ഫോളോ ചെയ്യുന്നത്. അതിന് പല ആ, ഈ മിക്കവാറും രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട്. പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കം ഈ 2012 US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഈ പ്രോട്ടോക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൈവിലങ്ങിടുന്നതും സാധാരണ കൂച്ചുവിലങ്ങ് മറ്റേ ഈ ഷാക്കിൾസ് ഇടുന്നതും പലപ്പോഴും ക്രിമിനൽസാണ്. അനധികൃതമായി കുടിയേറുക എന്നുള്ളത് അത് തന്നെ ഒരു ക്രിമിനൽ ഒഫൻസാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അത് പിന്നെ ഫെലണി ആയിട്ടോ മിസ്ഡിമീനറായിട്ടോ താഴ്ത്താവുന്നതാണ്, പക്ഷെ അത് ജഡ്ജാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യ അതൊരു ക്രിമിനൽ ഫെലണിയാണ്. അപ്പോൾ ഒരു ക്രിമിനൽസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഡിപ്പോർട്ടീസിനെ ആ ഒരു പ്രോട്ടോക്കോൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു സംവിധാനമോ പുതിയൊരു നിയമമോ പുതിയൊരു പ്രോട്ടോക്കോളോ ഇതിലുണ്ടാക്കിയിട്ടില്ല. ആകെപ്പാട് ഒരു വ്യത്യാസമുള്ളത് ഈ കഴിഞ്ഞ 12 കൊല്ലക്കാലം ഈ C-17 മറ്റേ മിലിറ്ററി പ്ലെയിനിലല്ല ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്തിരുന്നത്. അതേസമയം ഇപ്പോൾ ഇത് ത്വരിതഗതിയിൽ എക്സ്പീഡിയൻസിക്ക് വേണ്ടിയിട്ട് വേഗം അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ തിരിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക, എത്രയും വേഗം എത്തിക്കുക എന്നുള്ളത് മിലിറ്ററി ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം മിലിറ്ററി യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ മിലിറ്ററി പ്ലെയിനിലാണ് അവരെ കൊണ്ടു ചെല്ലുന്നത്. അതേസമയം മിലിറ്ററി പ്ലെയിനിൽ ഡിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ലാഭമൊന്നുമില്ല. സത്യത്തിൽ കമേഴ്ഷ്യൽ എയർപ്ലെയിനിലാണ് വളരെ ചിലവ് കുറവ്. മിലിറ്ററി പ്ലെയിൻ ഒരു മണിക്കൂറിന് തന്നെ ഏതാണ്ട് $28,000 മറ്റോ ചിലവുണ്ട് മിലിറ്ററി പ്ലെയിൻ ഉപയോഗിക്കുന്നതിന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രോട്ടോക്കോളിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ്. ആ പ്രോട്ടോക്കോളിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ പബ്ലിസിറ്റിയിൽ വ്യത്യാസം വന്നു. ഇത് തന്നെ കഴിഞ്ഞ വർഷം 1368 പേരെ ബൈഡൻ ഡിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിലേക്ക്. മൊത്തം 3,52,000 പേരെ പല രാജ്യങ്ങളിലേക്കായിട്ട് ഡിപ്പോർട്ട് ചെയ്തിരുന്നു. അവരെ എല്ലാവരെയും ഇതുപോലെ ഈ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൈഡൻ 1368 പേരെ ഡിപ്പോർട്ട് ചെയ്തു. പക്ഷെ അത് കമേഴ്ഷ്യൽ പ്ലെയിനിലായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി ആരും ചോദിച്ചുമില്ല, ആരും അവരെയും വിലങ്ങ് വെച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. കമേഴ്ഷ്യൽ പ്ലെയിനിൽ കാലുമ ചെയിൻ ഇടില്ല എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അതല്ലാതെ മറ്റു വ്യത്യാസമൊന്നുമില്ല. എസ്കോർട്ടിങ് സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടായിരുന്നു, കൈവിലങ്ങുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം ആണ് അത് എടുത്തിരുന്നത്. പിന്നെ ഡിപ്പോർട്ട് സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം പ്ലെയിനിൽ നിന്ന് ഡീപ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കൈവേലങ്ങെടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോക്കോളിൽ യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. 2012 മോഡിഫൈ ചെയ്ത ഈ പ്രോട്ടോക്കോൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ആ പ്രോട്ടോക്കോൾ തന്നെയാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്.